ഏറെ ഡിസ്റ്റർബിംഗ് ആണ്. വളരെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ വാർത്തകളൊക്കെ പറയുമ്പോൾ പോലും. മുംബൈയിലെ മാഹിമിലാണ് ഈ സ്കൂളുള്ളത്. അവിടുത്തെ മുംബൈ സ്കോട്ടിഷ് സ്കൂൾ ഹൈസ്കൂൾ എന്നതാണ് ഇതിൻ്റെ പേര്. വിപാഷ കുമാർ എന്ന ഇംഗ്ലീഷ് അധ്യാപിക 11, 12 തരത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഈ അധ്യാപിക തന്നെ അവരുടെ ഒരു വിദ്യാർത്ഥിയായ 16 വയസ്സുള്ള കുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. മുംബൈയിലെ പല 5 സ്റ്റാർ ഹോട്ടലുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അവരുടെ ഒരു കാർ കസ്റ്റഡിയിലെടുത്തു. കാരണം ഈ കാറിൽ വെച്ചാണ് ആദ്യമായി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത്. 2023 ഡിസംബറിലാണ് ആദ്യമായി കുട്ടിയോട് ഈ തരത്തിൽ ഉള്ള ഒരു പെരുമാറ്റം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് കുട്ടി ഒഴിവാക്കാൻ വേണ്ടി, അധ്യാപികയെ ഒഴിവാക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറാനായി പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് മറ്റൊരു സ്ത്രീയിലൂടെ ഈ വിദ്യാർത്ഥിയിലേക്ക് വീണ്ടും എത്തുന്നു. ആ വിദ്യാർത്ഥിയോട് ഇത്തരം കാര്യങ്ങൾ, ലൈംഗിക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥിയെ ഹോട്ടലുകളിലും മറ്റും എത്തിച്ച് മദ്യവും ചില മരുന്നുകളും നൽകിയിട്ടുണ്ട്. അത് ഡിപ്രഷന് വേണ്ടിയുള്ള മരുന്നുകൾ എന്നതാണ് ഇപ്പോൾ അധ്യാപിക പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്ക് വിഷാദ രോഗം, ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ, അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥിക്ക് വിഷാദ രോഗം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മരുന്നുകൾ നൽകി എന്നതാണ് അധ്യാപിക പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പോലീസ് കസ്റ്റഡി അവസാനിക്കുകയാണ് അധ്യാപികയുടെ. ഇന്ന് അവരുടെ വൈദ്യ പരിശോധന നടത്തും. അതായത് മാനസിക രോഗങ്ങളൊന്നും ഇല്ല, ഇവരുടെ മാനസിക നില എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. കാരണം കേസിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ പിന്നീട് തനിക്ക് മാനസിക രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു വാദമൊക്കെ പ്രതി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടിയാണ് ആ തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. മാത്രമല്ല സ്കൂളിൽ ഇന്നിപ്പോൾ പോലീസ് സംഘം പരിശോധന നടത്തുകയും ചെയ്യും. മറ്റേതെങ്കിലും കുട്ടികളെ ഈ തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന വിവരം കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. സ്കൂൾ ഏതായാലും ഞങ്ങൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം അധ്യാപിക സ്വയം വിരമിച്ച് പോയതാണ്. മാത്രമല്ല ഈ സംഭവങ്ങളൊക്കെ നടന്നത് സ്കൂളിന് പുറത്തായത് ആണ് എന്ന കാര്യങ്ങളൊക്കെ സ്കൂൾ പറയുന്നു. ഏതായാലും അന്വേഷണത്തോട് സഹകരിക്കും എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഒരു വിവാദമായ ഒരു സംഭവമാണ്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. 40-കാരിയായ ഒരു അധ്യാപിക സ്വന്തം വിദ്യാർത്ഥിയെ തന്നെ ഈ തരത്തിൽ പീഡിപ്പിക്കുന്നു. അവർ വിവാഹിതയാണ്. 2 ഇരട്ട കുട്ടികളും അവർക്കുണ്ട്. SKN.